കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതിൽ വൻ ക്രമക്കേടെന്ന് CAG. പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ 3 ഇരട്ടി വില നൽകിയാണ് PPE കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതെന്ന് ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. പ്രതിപക്ഷ ആരോപണം ശരിയായെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരിടപാട് ഇങ്ങനെ: അനിത ടെക്സ്കോട്ട് എന്ന സ്ഥാപനം മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇവരിൽ നിന്ന് 25,000 PPE കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകി. എന്നാൽ അതിൽ 10,000 കിറ്റേ വാങ്ങിയുള്ളൂ. 2 ദിവസത്തിനു ശേഷം മാർച്ച് 30-ന് 1000 രൂപ കൂട്ടി 1,550 രൂപയ്ക്ക് 15,000 PPE കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 2 ദിവസം കൊണ്ട് അധികമായി നൽകിയത് 1,51 ലക്ഷം രൂപ. തീർന്നില്ല. കോവിഡ് കാല പർച്ചേസിന് മുൻകൂറായി 50% തുക മാത്രമേ നൽകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചട്ടങ്ങൾ മറികടന്ന് മുഴുവൻ തുകയും PPE കിറ്റ് വാങ്ങാൻ മുൻകൂറായി സാൻ ഫാർമ എന്ന കമ്പനിക്ക് നൽകി. കാരുണ്യയും KMCയിലും സ്ഥിരം PPE കിറ്റുകൾ വാങ്ങിയിരുന്നത് 4 കമ്പനികളിൽ നിന്ന്. ഇവർ 450 രൂപ മുതൽ 550 രൂപ വരെയാണ് 2020 മാർച്ച് വരെ PPE കിറ്റിന് വിലയിട്ടിരുന്നത്. ഈ കമ്പനികളെ ഒഴിവാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് 3 ഇരട്ടി തുക നൽകി PPE കിറ്റ് വാങ്ങിക്കൂട്ടിയത്. മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ 450 രൂപയ്ക്ക് വാങ്ങിയിരുന്ന PPE കിറ്റ് മാർച്ച് മാസം അവസാനം 1,550 രൂപയ്ക്കാണ് വാങ്ങിയത്. 5 കമ്പനികളിലായി ഇങ്ങനെ PPE കിറ്റ് വാങ്ങിക്കൂട്ടിയതിൽ 10,23 ലക്ഷം രൂപ അധിക ചിലവുണ്ടായി എന്നാണ് CAG കണ്ടെത്തൽ. പ്രതിപക്ഷ ആരോപണം ശരിവെച്ചെന്നും മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജയും മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്തെ പർച്ചേസുകൾ മുഴുവൻ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ട് നടത്തിയതെന്നായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ CAG റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി കൂടി മറുപടി പറയേണ്ടി വരും. ഒപ്പം സാൻ ഫാർമ അടക്കമുള്ള കമ്പനികൾ എങ്ങനെയാണ് സർക്കാരുമായി ഇടപാടിനെത്തിയത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണവും നടത്തേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.